ഹലോ അസ്സാം വലൈക്കും. എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഇന്നിവിടെ മസാല ദോശയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോണേ. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് നമ്മൾ അതിലേക്കുള്ള മസാല ഉണ്ടാക്കുകയാണ് കേട്ടോ. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് പിന്നെ ഉള്ളിയും പച്ചമുളകും കറിവേപ്പിലയും വെളുത്തുള്ളി എല്ലാം ചതച്ചത് അതിലേക്കിട്ടിട്ട് നല്ല ചൂടാക്കുകയാണ് കേട്ടോ. നല്ലൊന്ന് വെന്ത് കിട്ടണം, പച്ചച്ചയൊന്ന് മാറാനായിട്ട്. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടോ, എന്നിട്ട് വീണ്ടും നല്ല ഇളക്കി കൊടുത്തിട്ടോ. ഒരു കളറ് മാറണം അതിൻ്റെ. എന്നിട്ട് അതിലേക്ക് നമ്മൾ പുഴുങ്ങി വെച്ച ഉരുളൻകിഴങ്ങ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. നമുക്കതിലേക്ക് മസാല ദോശയ്ക്കുള്ള ബാജി ഉണ്ടാക്കാനാണ് കേട്ടോ. ആദ്യം നമ്മൾ പുഴുങ്ങി വെച്ചതാണ് കേട്ടോ. അതിട്ടിട്ട് നല്ല ഒടിച്ച് കൊടുക്കണം കേട്ടോ. നല്ല ഉടച്ച് കൊടുത്തിട്ട് ഒന്നും പാടെ വേവിക്കണം കേട്ടോ. എന്നിട്ട് അതിലേക്ക് കുറച്ച് കായപ്പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ. കായപ്പൊടി ഇട്ട് കൊടുത്ത് പിന്നെ നമ്മൾ ദോശ ഉണ്ടാക്കാനുള്ള മാവ് എടുത്ത് ചെറിയ ദോശയാണ് കേട്ടോ. മസാല ദോശ പറയുമ്പോൾ വലിയ ദോശയല്ല ഉണ്ടാവുക, അത് ചെറിയ ചെറുതായതുകൊണ്ട് നമ്മൾ ദോശയും ചെറുതായി കേട്ടോ. അതിലേക്ക് കലക്കി പാർന്നു കേട്ടോ. എന്നിട്ട് വെന്തതിന് ശേഷം നമ്മൾ ഈ കൂട്ടി വെച്ച ഗ്രേവി ഇല്ലേ, അത് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ആദ്യമൊരു നെയ്യ് ഒഴിച്ചെടുക്കണം. നെയ്യ് ഒഴിച്ചെടുത്തിട്ട് എല്ലായിടത്തേക്കും പരത്തി കൊടുക്കണം. എന്നിട്ട് അതിൽ കുറച്ച് ചട്ടിയിൽ കിടന്നിട്ടൊന്ന് വെന്തിട്ട് നമ്മളവിടെ കൂട്ടി വെച്ച കായ എടുത്ത് അതിലേക്ക് ഇട്ടെടുക്കുക. എന്നിട്ട് നല്ല മടക്കുക. അപ്പം നമ്മളെ മസാല ദോശ റെഡിയായി. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിന് കേട്ടോ. കണ്ടില്ലേ, നല്ല മൊരിഞ്ഞ മസാല ദോശ ആയി.